ഗിരിജാമ്മ ജനിച്ചു വളർന്ന നാടാണ്. പക്ഷേ താമസിക്കുന്ന സ്ഥലം കേരയിൽ പദ്ധതി പ്രദേശത്ത് ഉൾപ്പെട്ട നാൾ മുതൽ സമാധാനമില്ല. ഇവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം എൻ്റെ ഭർത്താവും മരിച്ചു. ഞാൻ 2 പെൺകുട്ടിനെ കൊണ്ട് കിടക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റില്ല. വേറെ വെള്ളക്കുഴിയൻ ഞങ്ങൾ നിമിത്തി ഇത്രത്തോളം കഷ്ടപ്പെട്ട് വീട് വെച്ചതാണ്. ഞങ്ങളിവിടെ വന്നൊരു 10-40 വർഷമായി. വസന്തകുമാരിയുടെ 2 ആൺമക്കളും ഇവിടെയാണ് വീട് വെച്ച് താമസിക്കുന്നത്. ഇവിടെ നിന്ന് മാറേണ്ടി വന്നാൽ ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലം ഇനി കിട്ടുകയില്ലെന്നാണ് അമ്മ പറയുന്നത്. വിറ്റാലും വേറെ പോകാൻ, വേറെ സ്ഥലങ്ങൾ വാങ്ങിക്കാനൊന്നും വേറെ ദൂരോട്ട് പോകാൻ പറ്റില്ല. പിള്ളേരെ പഠിത്തങ്ങളിലൂടെ അല്ലേ, അടുത്ത സ്കൂളുണ്ട്, അവിടെയൊക്കെ പോകണം. പിന്നെ കൂലി വേലയ്ക്ക് പോകണം, മക്കളല്ലേ, അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള വഴികളൊക്കെ വേറെ വഴിയില്ല. അങ്ങനെയൊക്കെ പോയി ജീവിക്കണ്ടേ, അതിന് ഇട്ടിട്ട് ഇവിടെ പോകും. സരിതയ്ക്ക് വീട്ടിൽ പ്രായമായ അമ്മയും കുഞ്ഞു മകളുമുണ്ട്. എല്ലാവരെയും കൊണ്ട് ഇനി എങ്ങോട്ട് പോകുമെന്നാണ് സരിതയുടെ ചോദ്യം. ഗവൺമെൻറ് ഞങ്ങൾക്ക് എന്തോന്ന് ഉറപ്പാണ് തരുന്നത്? ഞങ്ങൾ ഇറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സേഫായിട്ടുള്ളൊരു താമസ സ്ഥലം തരുമെന്നോ അതിനുള്ള ഫെസിലിറ്റീസ് തരുമെന്നോ അവർക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ടോ? ഇതിന് മുമ്പും പറഞ്ഞിട്ടില്ല, ഇനി പറഞ്ഞാലോട്ട് ഞങ്ങൾ ഇറങ്ങി കൊടുക്കാനും പോകുന്നില്ല. മന്ത്രിമാർ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പലതും ചെയ്യുമായിരിക്കും. അത് അവരുടെയൊക്കെ വീട്ടിലെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. അവർക്ക് ആൾക്കാരെ പറ്റിച്ച് ഇഷ്ടം പോലെ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾക്കത് ഈ കയറി കിടക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിലുള്ള ആൾക്കാർക്ക് മുഴുവനും. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങി കൊടുക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഇനി മറ്റെവിടേക്കെങ്കിലും കുടിയേറേണ്ടി വരുമോ? അങ്ങനെ പോകേണ്ടി വന്നില്ലെങ്കിൽ പോലും തങ്ങളുടെ ഭൂമി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുമോ? കരിക്കക നിവാസികളുടെ ഈ ആശങ്കകൾക്കാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. രതീഷ് വെൺപകലിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.